മലയാളിയുടെ ദൈനംദിന ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെയും കാപട്യങ്ങളെയും പരിഹാസത്തിന്റെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് വരച്ചിട്ട കലാകാരനാണ് ശ്രീനിവാസൻ. നടൻ എന്നതിലുപരി മികച്ചൊരു കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം തന്റേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട്. 48 വർഷത്തെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം വിടവാങ്ങുമ്പോൾ മലയാള സിനിമയിലെ ഒരു വലിയ അധ്യായത്തിനാണ് അന്ത്യം കുറിക്കുന്നത്. ചെറുപ്പം മുതലേ സിനിമയെ സ്നേഹിച്ച ശ്രീനിവാസൻ സ്കൂൾ പഠനകാലത്തിന് ശേഷമാണ് ചെന്നൈയിലെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സിനിമ പഠിക്കാനായി പോകുന്നത്. അവിടെ ശ്രീനിവാസന്റെ സീനിയറായിരുന്നു രജനീകാന്ത്. പല അഭിമുഖങ്ങളിലും രജനീകാന്തിനൊപ്പമുള്ള തന്റെ ആ കാലത്തെക്കുറിച്ച് ശ്രീനിവാസൻ മനസ്സ് തുറന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വർഷം സീനിയറായിട്ടാണ് അദ്ദേഹം പഠിച്ചത്. അന്ന് ഞങ്ങൾക്ക് അയാൾ രജനിയല്ല, ശിവാജിയായിരുന്നു. ശിവാജി റാവു ഗെയ്ക്വാദ് എന്ന കർണാടകക്കാരൻ വിദ്യാർത്ഥി. അഡ്മിഷൻ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും സ്വന്തമായി അവതരിപ്പിച്ച ചില അഭിനയ മുഹൂർത്തങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. പിന്നീട് ക്ലാസ് തുടങ്ങിയ വേളയിൽ അവയെല്ലാം ക്യാമ്പസിലെ സ്ക്രീനിൽ എല്ലാവർക്കുമായി കാണിച്ചു. ഞാൻ അഭിനയിച്ച രംഗം പ്രദർശിപ്പിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ശിവാജി എന്ന എന്റെ സീനിയർ വിദ്യാർത്ഥി അടുത്തു വന്ന് തോളിൽ തട്ടി അഭിനന്ദിച്ചു. നീങ്ക നന്നായി പണിയെടുക്ക് എന്നായിരുന്നു ആ വാചകം. അഭിനന്ദിച്ച ആളോടുള്ള സ്നേഹവും ബഹുമാനവും അന്ന് തന്നെ എന്റെ മനസ്സിലിടം നേടി. ക്യാമ്പസിലെ വലിയ കണ്ണാടിക്ക് മുന്നിലിരുന്ന് സിഗരറ്റ് മുകളിലേക്കെറിഞ്ഞ് ചുണ്ടിൽ പിടിക്കുന്ന ശിവാജിയെ ഞാൻ പിന്നീട് പലതവണ കണ്ടു. ആ പരിചയം ചെറിയ തോതിലുള്ള സൗഹൃദത്തിന് വഴിമാറിയെന്നും ശ്രീനിവാസൻ പറയുന്നു. ആ ഇടയ്ക്കാണ് ക്ലാസ്സിലെ എന്റെ അടുത്ത സുഹൃത്തായ ശങ്കരൻകുട്ടി ശിവാജിയിൽ നിന്ന് 5 രൂപ കടം വാങ്ങിയത്. വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാതെ മുങ്ങുന്ന ശങ്കരൻകുട്ടിയെ കാണാൻ ശിവാജി പലതവണ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നീടൊരിക്കൽ ശിവാജി എന്നോട് ഈ കാര്യം പറഞ്ഞു. ചങ്ങാതിയോട് പണം തിരിച്ചു തരാൻ പറയണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് ഒരുവിധം എല്ലാവരുടെയും സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ ശങ്കരൻകുട്ടിയോട് ദേഷ്യപ്പെട്ട് പണം തിരികെ കൊടുപ്പിച്ചു. ശിവാജിയെ തേടി മണി ഓർഡറുകൾ എത്തുന്നതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷിയായിരുന്നു. മാസത്തിൽ പലതവണ പോസ്റ്റ്മാൻ അദ്ദേഹത്തെ തേടി വരും. പോസ്റ്റ്മാനെയും കൂട്ടി ശിവാജി കെട്ടിടത്തിന് പുറകിലേക്ക് പോകും. ആദ്യമെല്ലാം അത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് മണി ഓർഡർ തുക ആരും കാണാതിരിക്കാനാണെന്ന്. പലപ്പോഴും 1ഉം 2ഉം രൂപയെല്ലാം ആയിരിക്കും അത്. കർണാടകയിലെ സുഹൃത്തുക്കളും ബസ് ജീവനക്കാരും എല്ലാമാകും അത് അയക്കുന്നതെന്നും രജനി പറഞ്ഞിരുന്നു. ശ്രീനിവാസൻ തിരക്കഥ എഴുതി അഭിനയിച്ച കഥ പറയുമ്പോൾ എന്ന സിനിമ രജനീകാന്ത് കണ്ടിറങ്ങിയ ശേഷം തന്നെ കെട്ടിപ്പിടിച്ച കഥയും ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ വിജയത്തിന് ശേഷം പ്രശസ്ത തമിഴ് സംവിധായകൻ പി വാസു അത് കാണാൻ രജനീകാന്തിനോട് നിർദ്ദേശിക്കുകയായിരുന്നു അത്രേ. അന്ന് ഞാൻ മുംബൈയിലായിരുന്നു. തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ സിനിമ അവസാനിക്കാറായിരുന്നു. സിനിമ കഴിഞ്ഞ രജനീകാന്ത് പുറത്തിറങ്ങുന്നത് കണ്ടു. ആ സമയം അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വികാരാധീനനായ അദ്ദേഹം എന്നെ നോക്കി വരികയും ഏറെ നേരം കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ശേഷം അദ്ദേഹം പറഞ്ഞു, നീ എന്നെ കരയിപ്പിച്ചു കളഞ്ഞുവെന്ന്. ഈ ചിത്രത്തിന്റെ തമിഴ് റീമേക്കായിരുന്ന കുസേലനിൽ രജനീകാന്തും പശുപതിയുമായിരുന്നു പ്രധാന വേഷങ്ങളിലേക്ക് എത്തിയത്. ഈ സിനിമയിലേക്ക് രജനി എത്തിയത് ശ്രീനിവാസനുമായുള്ള സൗഹൃദത്തിന്റെ പുറത്താണ്. എന്നാൽ തമിഴ്, തെലുങ്ക് പതിപ്പുകൾക്ക് മലയാള സിനിമയുടെ അത്ര വിജയം നേടാൻ സാധിച്ചിരുന്നില്ല.